ഗായ്സ്, ഗുഡ് മോർണിംഗ്. സ്വാമിമാർ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കത്തിക്കുന്നു. അതൊക്കെ കഴിയുമ്പോഴത്തേന് സ്കൂളിൽ പോകണം. എൻ്റെ അംഗംവെട്ടൽ ഇവിടെ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പശുവിനെ കറന്ന് പാൽ കൊടുക്കുക എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉണക്കപ്പ വേവിക്കാനായിട്ടാണ് പരിപാടി. അങ്ങനെ നമ്മുടെ സ്വാമിമാർക്ക് കഴിക്കാനായിട്ട് ഉണക്കപ്പ വേവിച്ചതും തൈര് ചമ്മന്തി നാരങ്ങ അച്ചാറുമാണേ. അപ്പൂസിന് 7:50 വണ്ടി വരുമ്പം. കണ്ണന് 7:30 പോണേ. രാവിലെ നല്ല മഴക്കാറുണ്ട്. അതാ ചാറ്റൽ തുടങ്ങിക്കഴിഞ്ഞു. ചെറിയ സ്വാമിക്ക് രാവിലെ ചൂടുവെള്ളം വെച്ചാ കൊടുത്തത്. കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ പറയാം ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ട് കാറ്റടിക്കുമ്പോൾ തണുക്കുന്നെന്ന്. ഇവർക്ക് ചോറിന് കൂട്ടാനായിട്ട് ബീട്രൂട്ട് മെഴുക്കുവരട്ടി കൂണ് തോരനും മോരുവാണേ കൊടുത്തു വിടുന്നതേ. അപ്പൂസ് സ്കൂളിൽ നിന്നായിരുന്നല്ലോ കഴിക്കുന്നത്. ഇപ്പം മാല ഇട്ടുകൊണ്ട് ഇനി മലയ്ക്ക് പോയിട്ട് വരുന്നിടം വരെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ടാ. അടിപൊളി മഴ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പിന്നെ ചായ കൂടി ഇല്ല. കഴിപ്പെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ചായ കുടിക്കുന്നത്. അങ്ങനെ കണ്ണന് പോകാനുള്ള സമയമായി. അങ്ങനെ അപ്പൂസിൻ്റെ ബസ്സും വരാറായി. അപ്പോൾ അപ്പൂസും പോവുകയാണേ. അപ്പൂസ് ഉമ്മക്കൊതിയനാട്ടോ. ഒരു ഉമ്മ നമുക്ക് തന്നിട്ട് 3 ഉമ്മ അവൻ മേടിക്കും. ഒരാൾ 5:20 ഒരാൾ 5:30 എത്തും. ഇടയ്ക്കിടയ്ക്ക് ഇന്ന് നല്ല മഴയുണ്ട്. നമുക്ക് കുറച്ച് നേരം മണിക്കുട്ടനെ ഒന്ന് ഓടാനൊക്കെ വിടാം അല്ലേ? ഈ കുളം നമ്മൾ വിറക് വിറക്കുന്ന ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നല്ല കാടാ അതിന് ചുറ്റും. ഇപ്പം കണ്ടോണം, കളയെ കണ്ടം പൂട്ടാൻ വിടുമ്പോൾ എങ്ങനെയാണോ അതേ അവസ്ഥയാണ്. അർജു ഓടി ഓടി അതിൻ്റെ കര കാണണം. നമ്മുടെ അർജുക്കുട്ടൻ്റെ ഓട്ടം ചില്ലറയാണോ എന്ന് നോക്കിയാൽ എൻ്റെ കര കിടക്കുന്നത് അവൻ തന്നെ ഓടി റെഡിയാക്കിയതാ. ഞങ്ങൾ ഓർത്ത് എന്താ പറയുക, അവിടെ എന്തോ പാമ്പെന്തോ ഉണ്ട്, അതായിരിക്കും ഇവനീ കുരയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇരുന്നത്. അതൊന്നുമല്ല, ഇന്നാണ് ഇവിടെ കിട്ടിയത്. തുമ്പി വന്നിട്ട് കുറേ വന്നിട്ട് ആ കമ്പയെ വന്നിരിക്കും. അത് കാണുമ്പോൾ ഇവൻ പിടിക്കാൻ പോകുന്ന പാമ്പിനോട് വന്നിരിക്കും. തുമ്പിയുടെ പറയാൻ തന്നെ അപ്പൊ സൈക്കിളും കൊണ്ടിട്ടേക്കുന്നുണ്ടോ? ഇതിനെ ഒറ്റ വയനാടിക്ക്
അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതാ ഇപ്പം രാവിലെ പോയ രണ്ടുപേരും വരാറാവുന്നു. അപ്പം വരുമ്പോഴത്തേന് അവർക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുക്കാവേ. ചായയും വെച്ച് കൊഴുക്കട്ടയുടെ കഴിക്കട്ട് വന്ന് രണ്ടുപേരും. ഒരു കൊഴുക്കട്ട വെച്ച് അടച്ചാൽ തുറക്കുമ്പോൾ ദാ ഇത്രയും കൊഴുക്കട്ട വരുന്ന അത്ഭുതം കണ്ടോ. ദീപാരാധന തൊഴാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ. ബൈ.